പെരിയ ഇരട്ടക്കൊലക്കേസിൽ ജാമ്യം ലഭിച്ച CPM നേതാക്കളെ കാണാൻ PP ദിവ്യയും PK ശ്രീമതിയും കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയെന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, ഇപ്പോൾ ഹൈക്കോടതി അവരുടെ ശിക്ഷ മരവിപ്പിച്ചിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ചയും ഒക്കെ നടക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മുന്നിലാണ്. അല്പസമയം മുമ്പാണ് CPM നേതാക്കളായ PK ശ്രീമതി, അതോടൊപ്പം തന്നെ PP ദിവ്യ എന്നിവർ ഇവിടെ ഈ ജയിലിലേക്ക് എത്തിയത്. പെരിയ കേസിലെ പ്രതികളെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇരുവരും എത്തിയത്. ഇപ്പോൾ ആ സന്ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM നേതാക്കൾ, കേസിലെ പ്രതികളായിട്ടുള്ള KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ ഉൾപ്പെടെയുള്ളവരെയാണ് സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിയതാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുവരെ ഈ സന്ദർശനം പൂർത്തിയായിട്ടില്ല. നേരത്തെ നമുക്കറിയുന്ന പോലെ തന്നെ ഈ കേസിലെ 4 പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് CPM നേതാക്കൾ PP ദിവ്യ, അതോടൊപ്പം തന്നെ PK ശ്രീമതി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇങ്ങോട്ടെത്തി ഈ പ്രതികളെ സന്ദർശിച്ചത്. അതിനു മുമ്പ് കാസർഗോഡ് CPMൻ്റെ ജില്ലാ നേതാക്കളും ഇങ്ങോട്ട് എത്തിച്ചേർന്നിരുന്നു. അവരും ഈ പ്രതികളെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നു. CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ആ സംഘത്തിലുണ്ടായിരുന്നു. അവരിപ്പോഴും ഇവിടെയുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഇവരുടെ റിലീസിംഗ് ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൂടി കണക്കിലെടുത്ത് കാസർഗോഡ് നിന്നുൾപ്പെടെയുള്ള വന്നിട്ടുള്ള CPM നേതാക്കൾ, മറ്റ് പ്രവർത്തകരൊക്കെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലുണ്ട്. അങ്ങനെ കൂടുതൽ നേതാക്കൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് റിലീസിംഗ് ഉണ്ടെങ്കിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മറ്റ് ഈ ജില്ലയിലെ തന്നെ മറ്റ് നേതാക്കളെല്ലാം ഈ ജയിലിലേക്ക് എത്തും. അവർക്ക് ഈ റിലീസിങ്ങിന്റെ സമയത്ത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതി അനുകൂല ഉത്തരവ് ലഭിച്ച പശ്ചാത്തലത്തിൽ ഇവരുടെ ജയിൽ മോചനം ഇന്ന് തന്നെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ജയിലിന് മുന്നിൽ അവിടെ നിന്ന് ഒരു പക്ഷേ കൂടുതൽ നേതാക്കൾ ഒക്കെ അവിടേക്ക് എത്തി അവരെ ജയിലിന് പുറത്തൊരു സ്വീകരണമൊക്കെ, അത്തരം സാധ്യത കൂടി കാണുന്നുണ്ടല്ലേ? ഇപ്പോൾ നേതാക്കൾ അവിടെ തുടരുകയാണെന്ന് അരുൺ നേരത്തെ സൂചിപ്പിച്ചല്ലോ. വിജയകുമാർ, പരമാവധി ഇന്ന് തന്നെ ഇവരുടെ ഈ പ്രതികളുടെ റിലീസിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയിൽ നിന്നുള്ള ഈ സ്റ്റേ ഓർഡർ, ഈ ശിക്ഷ വിധിച്ചിട്ടുള്ള CBI കോടതിയിൽ എത്തിക്കണം. അവിടെ ഈ ജാമ്യക്കാരുൾപ്പെടെയുണ്ട്. അവർ അവിടെ ഒപ്പുവെച്ചതിന് ശേഷം അവിടെ നിന്ന് റിലീസിംഗ് ഓർഡർ മെയിൽ വഴി, അതായത് ഇന്ന് തന്നെ ഇവിടെ എത്തിക്കാൻ സാധിക്കും. അതിനുശേഷമായിരിക്കും റിലീസിംഗ് ഉണ്ടാവും. ഇന്ന് വൈകിട്ട് ഒരു 7 മണിക്ക് മുമ്പ് തന്നെ ഇതിൽ ഈ പ്രതികളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അവർക്ക് സ്വീകരണം ഉൾപ്പെടെ ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് നിന്നുള്ള CPMൻ്റെ നേതാക്കൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ, DYFI നേതാക്കൾ ഉൾപ്പെടെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് PP ദിവ്യയും PK ശ്രീമതി ഉൾപ്പെടെയുള്ള നേതാക്കൾ, CPMൻ്റെ നേതാക്കൾ ഇവിടേക്ക് ഈ പ്രതികളെ സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിയത്. ഇന്ന് റിലീസിംഗ് ഉണ്ട് എന്ന് ഉറപ്പായാൽ കൂടുതൽ നേതാക്കൾ എത്തിച്ചേരും, പാർട്ടി പ്രവർത്തകരും എത്തിച്ചേരും. കഴിഞ്ഞ ദിവസം തന്നെ ഇവരെ കാക്കനാട് ജയിലിൽ നിന്നും ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ വലിയ സ്വീകരണം, മുദ്രാവാക്യം വിളികളോടെ നിരവധി അന്നത്തെ മുദ്രാവാക്യം വിളികളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് അവർക്ക് ജയിൽ മോചനം, ജാമ്യ വ്യവസ്ഥകളൊക്കെ പാലിച്ച് ജയിൽ മോചനം ഉണ്ടാകുമ്പോൾ അതിൽ അതേ സമാന സാഹചര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.